നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വില കുറഞ്ഞ PPE കിറ്റ് വേണ്ടെന്ന് വെച്ചത് ആവശ്യത്തിന് കിറ്റുകൾ എത്തിക്കാത്തതിനാലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ഉദ്യോഗസ്ഥർ എഴുതിക്കൊടുത്തത് വെറുതെ വായിക്കരുതെന്ന് VD സതീശൻ. പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി. ബ്രൂവറി കൊണ്ട് ജലദൌർലഭ്യമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി. അനുവദിച്ചത് സുതാര്യമായി. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. സഭയിൽ സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പിണറായി. അഴിമതി തന്നെയെന്ന് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല. KPCC നേതൃത്വത്തിലെ ഭിന്നതയിൽ UDF-ൽ അമർഷം. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് കക്ഷികൾ. K. സുധാകരനും VD സതീശനും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണണമെന്നും ആവശ്യം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വയനാട് DCC ട്രഷററുടെ മരണത്തിൽ IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്തു. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. കലാരാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്ത്. എറണാകുളം അങ്കമാലി അതിരൂപതാ തർക്കത്തിൽ സമവായ നീക്കത്തിൽ പ്രതിസന്ധി. ജോസഫ് പാംബ്ലാനിക്കെതിരെ വിമത വിഭാഗം. നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ ഇനി ചർച്ചയ്ക്കില്ല. പ്രശ്നങ്ങൾ സങ്കീർണമാക്കരുതെന്ന് മുന്നറിയിപ്പ്. പ്രസ്താവനകൾ തള്ളി അതിരൂപതാ നേതൃത്വം. കഠിനംകുളം കൊലക്കേസ് പ്രതി പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് ചിങ്ങവനത്ത് നിന്ന്. വിഷം കഴിച്ച ജോൺസൺ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. അന്വേഷണ സംഘം കോട്ടയത്തേക്ക്. ഒരാൾ മരിക്കാതെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്ന് ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിലെ പ്രതി. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. ജീപ്പ് കുത്തിമറിച്ചു. മലപ്പുറത്ത് കിണറ്റിൽ വീണ ആനയെ കരയ്ക്ക് കയറ്റാൻ ശ്രമം തുടരുന്നു. കാട്ടിൽ തുറന്നു വിടുമെന്ന് നാട്ടുകാർക്ക് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. അതിരപ്പള്ളിയിൽ മുറിവേറ്റ കൊമ്പനെ ഇന്നും കണ്ടെത്താനായില്ല. നാദാപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആക്രമണം മദ്രസ വിട്ട് വീട്ടിലേക്ക് വരും വഴി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. സെയ്ഫ് അലി ഖാനെതിരെ മഹാരാഷ്ട്ര മന്ത്രി. നടനെതിരായ ആക്രമണത്തിൽ നിതേഷ് റാണയ്ക്ക് സംശയം. കുത്തേറ്റോ അതോ അഭിനയമോ എന്ന ചോദ്യം. അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ. വാർത്തയിലേക്ക് വിശദമായി. വാൽപ്പാറയിൽ വൈദ്യുതി വകുപ്പിന്റെ ജീപ്പ് കാട്ടാനെ ആക്രമിച്ച് 10 അടിയോളം താഴ്ചയിലേക്ക് മറിച്ചിട്ടു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആനമലയ്ക്ക് സമീപം നവമലയിൽ ജൂനിയർ വൈദ്യുതി വിഭാഗം എഞ്ചിനീയറായ വിശ്വനാഥനും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വൈദ്യുതി വകുപ്പ് സംഘം ആലിയാറിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. ഈ മേഖലയിൽ കാട്ടാന ആക്രമണം പതിവാണ്. ആക്രമിക്കാൻ ഓടിയെത്തുന്ന ആനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യത്തോടു കൂടിയാണ് നമ്മൾ ബുള്ളറ്റിൻ തുടങ്ങുന്നതെങ്കിലും നമ്മൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് നമ്മൾ ഒരു ദയനീയ കാഴ്ച രാവിലെ മുതൽ കാണുകയാണ്. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ ഇന്ന് തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന് മുകളിലെ മണ്ണ് നീക്കി തുടങ്ങിയിരിക്കുകയാണ്. 60 അംഗ സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്.
സ്ഥലത്ത് നിന്ന് നാട്ടുകാരെ ഉൾപ്പെടെ ഒഴിപ്പിച്ചു. നാട്ടുകാർ വീടുകൾക്കുള്ളിൽ കഴിയണമെന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഇതുവരെ രക്ഷാദൌത്യം തുടങ്ങാൻ കഴിയാതിരുന്നത്. മയക്കുവെടി വെക്കണമെന്നും ഉൾക്കാട്ടിൽ വിടണമെന്നും ഒക്കെയുള്ള നിബന്ധനകൾ നാട്ടുകാർ വെച്ചിരുന്നു. അവിടെ വളരെ നാളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. സംഭവസ്ഥലത്ത് നിന്നും MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണിപ്പോൾ രക്ഷാദൌത്യം തുടങ്ങിയിരിക്കുന്നത്. വിപുലമായ ദൗത്യമാണ്, വളരെ ശ്രമകരമായ ദൗത്യവുമാണ്. ഏറെ നേരമായി കിണറ്റിൽ കിടക്കുന്ന ആനയുടെ സ്ഥിതി എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? എത്ര സമയത്തിനകം ഇത് ആനയെ കരയ്ക്കെത്തിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ദൗത്യം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ? അനീഷ്, കേൾക്കാമോ? MS അനീഷ് കുമാറിലേക്ക് എത്താം. നമ്മളിപ്പോൾ കാണുന്നത് രക്ഷാദൗത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയാണ്. വളരെ ആഴമുള്ള ഒരു കിണറ്റിലേക്കാണ് ആന അകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഭിത്തികൾ ഇടിച്ച് അതിന് കരയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ നിരപ്പായ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിരപ്പായ ഒരു വഴി ഒരുക്കി വേണം അതിനെ കരയിലേക്ക് എത്തിക്കാൻ. അപ്പോഴും വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ട്. ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണെന്ന് അറിയണം. അതിന് തന്നെ കയറാൻ പറ്റുമോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രതീക്ഷയോടുകൂടി തന്നെ രക്ഷാദൗത്യം തുടങ്ങിയിരിക്കുകയാണ്. അരീക്കോട് ഊർങ്ങാട്ടിരിയിലാണ് കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. കൂരങ്കല്ലിൽ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ പുലർച്ചെയോടെയാണ് ഈ കാട്ടാനയെ കാണുന്നത്. ഏതാണ്ട് കുറേ മണിക്കൂറുകളായി ഈ കിണറ്റിൽ കിടക്കുന്നു. ഒറ്റ നിൽപ്പാണ് ആന. വീഴ്ചയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഏറെ നാളായി വ്യാപകമായി തന്നെ കാട്ടാന ആക്രമണമൊക്കെ ഉള്ള സ്ഥലമാണ്. കൃഷിനാശമൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്ന ഇടമാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരിൽ നിന്ന് വലിയ എതിർപ്പൊക്കെ ഈ രക്ഷാദൗത്യത്തിന് നേരെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ കൃഷി നശിക്കൽ തുടങ്ങിയ നിരവധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഉൾക്കാട്ടിൽ തുറന്നു വിടണം എന്നതുള്ളതായിരുന്നു അവരുടെ ആവശ്യം. മയക്കുവെടി വെക്കണം എന്നതൊക്കെയുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നാട്ടുകാരുമായി പല തരത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രക്ഷാദൗത്യം തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഈ രക്ഷാദൗത്യം തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ ശ്രമകരമായ ദൗത്യമാണ്. 61 അംഗ സംഘം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വനംവകുപ്പ് ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ്. കാരണം സ്ഥിരമായി ഈ മേഖലയിൽ നാശം വിതയ്ക്കുന്ന ഒരു കൊമ്പനാണ്. ആ കൊമ്പനെ വീണ്ടും ഈ സമീപ പ്രദേശത്തിലേക്ക് തന്നെ കയറി വിടാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ അനുവദിച്ചാൽ അവ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നാശം വിതയ്ക്കും. ഇന്നലെ 7 ആന എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആന തിരിച്ചു നമുക്കറിയാം ഉൾപ്രദേശമാണ്, റേഞ്ച് കുറഞ്ഞ ഇടമാണ്. അതുകൊണ്ട് തന്നെ അനീഷിനെ പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല. അനീഷിലേക്ക് എത്താം. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ രക്ഷാദൗത്യം തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ കിണറ്റിലെ മണ്ണിടിച്ച്, കിണറ്റിന് ചുറ്റുമുള്ള ആ ഭാഗത്തെ മണ്ണിടിച്ച് ആനയ്ക്ക് മുകളിലേക്ക് കയറി വരാനുള്ള വഴിയൊരുക്കുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമം. അതിന് മണിക്കൂറുകൾ വേണ്ടിവരും. ഏതായാലും ഇന്ന് തന്നെ ദൗത്യം തുടങ്ങി, ഇന്ന് തന്നെ പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ പുലർച്ചെ വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. മയക്കുവെടി വെച്ച ആനയെ ദൂരസ്ഥലത്തേക്ക് മാറ്റണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ DFOയുടെ ഉറപ്പ് വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ DFO ഉൾപ്പെടെയൊക്കെ സ്ഥലത്തെത്തിയ ശേഷം ഈ നാട്ടുകാരുമായി ചർച്ച നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ രക്ഷാദൗത്യം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയത്. എന്തായാലും ഇന്ന് തന്നെ ആനയെ പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്
അവിടെ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നത്. രക്ഷാദൌത്യം തുടങ്ങിയിരിക്കുന്നു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള 2ാം ദിവസത്തെ തെരച്ചിലും നിരാശയാണ് സമ്മാനിച്ചത്. ദൌത്യസേനാംഗങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞ് അതിരാവിലെ മുതൽ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നും ആനയെ കണ്ടെത്താനായില്ല. മസ്തകത്തിൽ മുറിവേറ്റ ആന കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അതിരപ്പള്ളി റബ്ബർ പ്ലാന്റേഷനിലൂടെ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയത്. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് പല മേഖലകളിലും തിരഞ്ഞെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. അതിരപ്പള്ളി വനമേഖലകളിൽ പല സംഘങ്ങളായി തിരിഞ്ഞാണ് ദൌത്യസേനാംഗങ്ങൾ തെരച്ചിൽ നടത്തുന്നത്. റബ്ബർ പ്ലാന്റേഷൻ മേഖലയ്ക്കപ്പുറം എത്തിച്ചേരാൻ ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. ആനയെ ഇവിടെ കണ്ടെത്തിയാലും അവിടെ വെച്ച് മയക്കുവെടി വയ്ക്കാനോ ചികിത്സ നൽകാനോ കഴിയുകയില്ല. ആനയെ റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനാണ് ദൌത്യസംഘം ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിരാവിലെ തുടങ്ങിയ തെരച്ചിൽ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. 4 ദിവസമാണ് ഡോക്ടർ അരുൺ സക്കറിയ ഈ ദൌത്യത്തിനായി അതിരപ്പള്ളിയിൽ ഉണ്ടാവുക. ആനയുടെ മസ്തകത്തിലെ മുറിവ് പഴുത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വനപാലകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തര ചികിത്സ നൽകി ആനയുടെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ തുടർച്ചയായി 2ാം ദിവസവും ആനയെ കണ്ടെത്താൻ കഴിയാത്തത് ദൌത്യസംഘത്തിന് പ്രതിസന്ധിയാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് നാദാപുരം പാറക്കടവിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിന്നും വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 2ാം ക്ലാസ് വിദ്യാർത്ഥിനി അബ്ദിയ ബത്തൂനാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 8:45ഓടെയാണ് സംഭവം. മദ്രസ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന 2 വിദ്യാർത്ഥിനികൾക്ക് നേരെയാണ് നായ പാഞ്ഞെടുത്തത്. ഒരു കുട്ടി മറ്റൊരു ദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പാറക്കടവ് ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മരണങ്ങൾ കൂടുന്നുവെന്ന ആരോപണം ശരിയല്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കരുളായിയിൽ വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് പോലും സർക്കാർ സഹായം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ജനതാൽപര്യം പരിഗണിച്ച് മാത്രമേ വനനിയമത്തിൽ മാറ്റം വരുത്തുകയുള്ളൂവെന്നും മന്ത്രി അറിയിച്ചു. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നിലമ്പൂർ മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ സരോജിനി കൊല്ലപ്പെട്ടതായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ്. വനമേഖലയിലെ ജനങ്ങൾ ആകെ ഭീതിയിലാണെന്നും വന്യജീവി ആക്രമണങ്ങളിൽ മരണം തുടർക്കഥയാകുന്നുവെന്നും പ്രതിപക്ഷം. എന്നാൽ വനത്തിനുള്ളിൽ നടന്ന മരണത്തിന് പോലും സർക്കാർ സഹായം നൽകിയെന്ന് മന്ത്രി. വന്യജീവി ആക്രമണങ്ങളിൽ മരണം കൂടുന്നുവെന്ന ആരോപണത്തെയും മന്ത്രി ചോദ്യം ചെയ്തു. നിങ്ങൾ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന നിയമം ഉൾക്കാട്ടിൽ വെച്ച് മരണമടഞ്ഞാൽ അത് വന്യജീവികൾ നാട്ടിൻ പുറത്ത് വന്ന് ആക്രമണം നടത്തുന്ന മരണമായി കണക്കാക്കാൻ പാടുണ്ടോ? അതങ്ങനെ വിവേചനം കാണിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് വിളിച്ചു പറഞ്ഞു അതൊന്നും നോക്കേണ്ടതില്ല, അവർക്ക് കാശ് കൊടുക്കണം. ആദ്യം കണ്ട് കൊടുത്തില്ലേ, ഇനി രേഖ കൊടുത്താൽ കിട്ടില്ലേ? നമ്മളത് ചെയ്തല്ലോ. അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്തിട്ടുള്ളത്? വനമേഖലയിലെ ജനങ്ങളോട് സത്യസന്ധതയില്ലാത്ത സമീപനമാണ് സർക്കാരിന്റേതെന്ന് മാത്യു കുഴൽനാടന്റെ കുറ്റപ്പെടുത്തൽ. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബാക്കി ഈ കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് കഷ്ണം എത്തിയതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. മലയോര കർഷകരോട് ശത്രുക്കളെ പോലെയാണ് വനം ഉദ്യോഗസ്ഥർ പെരുമാറുന്നത്. സർക്കാരും അവരെ അവഗണിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്തിനാണ് ശത്രുക്കളായി കാണുന്നത് കർഷകരെ? ഈ മലയോരത്ത് ജീവിക്കുന്ന ആളുകൾ വനസംരക്ഷണത്തിന്റെ ശത്രുക്കളായി കാണരുത്. ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെ അവകാശം കൊടുത്തു. കേന്ദ്ര വനനിയമം പൊളിച്ചെഴുതണം. ജനങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിച്ച് സംസ്ഥാന വന നിയമത്തിലും മാറ്റം വരുത്തുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കി. വനമേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാരിന് നിസ്സംഗതയെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. PPE കിറ്റ് അഴിമതിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ അവഗണിച്ച് 2 ഇരട്ടി വിലയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്ന് വി ഡി സതീശൻ സഭയിൽ ആരോപിച്ചു. ആവശ്യപ്പെട്ട കിറ്റുകൾ നൽകാൻ അനിത ടെക്സ്കോട്ടിന് സാധിക്കില്ലെന്ന് കണ്ടതോടെയാണ് സാൻ ഫാർമയിൽ നിന്ന് കിറ്റുകൾ വാങ്ങിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും സഭയിൽ പറഞ്ഞു.
കോവിഡ് വ്യാപനത്തിനിടെ 2020 ഓഗസ്റ്റ് 23 അനിത ടെക്സ്കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് 550 രൂപ നിരക്കിൽ 25,000 കിറ്റ് വാങ്ങാനാണ് ആദ്യം സർക്കാർ പദ്ധതിയിട്ടത്. എന്നാൽ കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണത്താൽ വാങ്ങുന്ന PPE കിറ്റുകളുടെ എണ്ണം കുറച്ചു. അതേ ദിവസം സാൻ ഫാർമയിൽ നിന്ന് 2 ഇരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. 550 രൂപ കുറയ്ക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വേറൊരു കമ്പനിക്ക് 1,550 രൂപയ്ക്ക് മേടിക്കാൻ 1.5 മണിക്കൂർ കൊണ്ട് ഇന്റന്റ് കൊടുക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവൻ രക്ഷാ ഉപാധികൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നിലനിന്നത്. ജനങ്ങളുടെ ജീവനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നും മുഖ്യമന്ത്രി. 19 ദിവസം കഴിഞ്ഞിട്ടും 10,000 എണ്ണം മാത്രം സപ്ലൈ ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ. അതിനുശേഷം നിരവധി ഇമെയിൽ, ഫോൺ കോളുകൾ വഴി ഈ കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർക്ക് ബാക്കി 50% അതേ വിലക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ഈ ഘട്ടത്തിൽ സർക്കാരിന് PPE കിറ്റ് കിട്ടിയേ തീരൂ. ഓർഡർ ലഭിച്ച കമ്പനിക്ക് PPE കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു. ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത്. ആരോഗ്യ പ്രവർത്തകർ കിറ്റുകൾ ലഭിക്കാതെ മരിച്ചു വീഴുന്നത് തടയാനായിരുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലെന്ന് ആരോഗ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കി. സർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയുള്ള പ്രതിപക്ഷ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറി വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മദ്യനയത്തിൽ പ്രഖ്യാപിച്ചത് പ്രകാരം തീർത്തും സുതാര്യമായാണ് ബ്രൂവറി അനുവദിക്കാൻ തീരുമാനിച്ചത്. വ്യവസായങ്ങൾക്ക് മത്സരാധിഷ്ഠിത ടെൻഡർ സാധ്യമല്ല. ഇനിയും ഇത്തരം വ്യവസായങ്ങൾക്ക് അനുമതി നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല നിയമസഭയിൽ എഴുതി നൽകിയ അഴിമതി ആരോപണത്തിന് നയപ്രഖ്യാപനത്തിന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിന്റെ ആമുഖം. UDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് അനുവദിച്ച ഡിസ്റ്റിലറികൾക്കും ടെൻഡർ വിളിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല. അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ്. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ നൽകിയത്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തുമായി സംസാരിക്കേണ്ട കാര്യമില്ല. പ്രദേശവാസികളുടെ താല്പര്യം പരിഗണിക്കും. ജലചൂഷണമോ മാലിന്യം പുറന്തള്ളലോ ഉണ്ടാകില്ല. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ടെൻഡർ ഇല്ലാതെ അനുമതി നൽകിയതിൽ അഴിമതി തന്നെയെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? നാടിനാവശ്യമായ വ്യവസായമാണെന്നും എല്ലാവരും ഒപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് മുഖ്യമന്ത്രി മറുപടി അവസാനിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയിൽ മദ്യമുണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിൽ മാത്രമെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന് ആവശ്യമുള്ള സ്പിരിറ്റ് നിർമ്മിക്കുക മാത്രമാണ് ആദ്യഘട്ട ലക്ഷ്യം. 4ാം ഘട്ടമായി മാത്രമാണ് ഇന്ത്യൻ നിർമ്മിത മദ്യം നിർമ്മിക്കുന്നത്. ജലം മൂട്ടുന്ന പരിപാടിക്ക് CPM കൂട്ടുനിൽക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 100 സീറ്റ് നേടി 3ാം തവണയും അധികാരത്തിൽ വരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബ്രൂവറി ഇപ്പോൾ വരാൻ പോകുന്നു എന്നുള്ള വലിയ ചർച്ചയാണ്. സഖാക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. വിദേശ നിർമ്മിത, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോഴതൊന്നുമല്ല ഉദ്ദേശം. മദ്യം ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ അസംസ്കൃത സാധനമായ സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. 1ാമത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം, 4ാമത്തെ ഘട്ടമെല്ലാം ആവുമ്പോഴാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാനാവുക. ഇതാണ് ഇവിടെ നമ്മുടെ പരിപാടി. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം,
123 99 ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഈ 111 നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റാണ് കിട്ടിയതെങ്കിൽ ഇപ്രാവശ്യം 100 സീറ്റ് മറികടന്ന് മൂന്നാമത്തെ ടേം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേരളം വ്യവസായ നിക്ഷേപ സൗഹൃദമല്ലെന്ന ആക്ഷേപം മാറിയെന്ന് അവകാശപ്പെട്ടു. 2028 വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും, കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ജനങ്ങളുടെ ചിന്താ മരവിപ്പ് 2016 ഇടത് സർക്കാർ അധികാരത്തിലേറിയത് മുതലാണ് മാറിത്തുടങ്ങിയതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഇവിടെ മാറ്റങ്ങളൊന്നും നടക്കില്ല, പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ല, അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാണ് 2016 കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. സർ, എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നു. ആ കാര്യം ആരോഗ്യകരമായ ജനങ്ങളുടെ സമീപനത്തിൽ കാണാൻ കഴിയുന്നത്. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ സംയുക്ത വാർത്താസമ്മേളനം ഒഴിവാക്കിയതിൽ നേതൃത്വത്തിനിടയിൽ അമർഷം പുകയുന്നു. കോൺഗ്രസ് തലപ്പത്തെ ഭിന്നത UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന ആവശ്യം ഘടകകക്ഷി പ്രതിനിധികൾ UDF കൺവീനറെ അറിയിക്കും. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KPCC ആസ്ഥാനത്ത് കഴിഞ്ഞ 19 നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം നടത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതോടെ പാർട്ടിയിൽ അത് ഐക്യത്തിന്റെ കാഹളമായി മാറുമെന്നായിരുന്നു വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഭവനിൽ പ്രസ് നോട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നതായാണ് വിവരം. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് സൂചന. AICC സെക്രട്ടറി PV മോഹനന് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നതിനാലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയതെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം. സെലക്ടീവ് മണ്ഡലങ്ങളിൽ ഫോക്കസ് ചെയ്ത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് VD സതീശൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ വോട്ടിന് UDF പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇതിൽ വിയോജിപ്പറിയിച്ചാണ് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് VD സതീശന്റെ തന്ത്രങ്ങളെന്ന നിലപാടിലാണ് എതിർചേരി. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനം KC വേണുഗോപാലിന്റെ മൗനാനുവാദത്തോടെയെന്നാണ് സൂചന. KC വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് കൊമ്പ് കോർത്തിട്ടും മുതിർന്ന നേതാക്കളടക്കം സതീശനെ പ്രതിരോധിക്കാതിരുന്നത് മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂല രാഷ്ട്രീയ സാഹചര്യം തമ്മിലടിച്ച് നശിപ്പിക്കരുതെന്ന വിമർശനവുമായി ഘടകകക്ഷി നേതാക്കളും UDF നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്തു. പുത്തൂർ വയൽ AR ക്യാമ്പിലായിരുന്നു ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ. വിജയന്റെ കത്തുകളിലെ പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPM പ്രവർത്തകർക്ക് ജാമ്യം. മൂവാറ്റുപുഴ കോടതിയാണ് ജാമ്യം നൽകിയത്. 6 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജാമ്യം. കേസിൽ CPM ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കം 5 CPM നേതാക്കൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് കബളിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കൌൺസിലർ കലാരാജു പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്തുവന്നു. കടബാധ്യത തീർത്തു തരാനെന്ന പേരിൽ നിർബന്ധപൂർവ്വം സ്ഥലം വിൽപ്പന നടത്തി ഇതുവഴി ഏരിയ കമ്മിറ്റി അംഗമായ സണ്ണി വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. 2024 സെപ്റ്റംബറിലാണ് പരാതി നൽകിയത്.
വിമതരുടെ പ്രസ്താവനകൾ തള്ളി എറണാകുളം അങ്കമാലി അതിരൂപതാ നേതൃത്വം. മാർ ജോസഫ് പാംപ്ലാനിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് അതിരൂപത വ്യക്തമാക്കി. വൈദികർക്കെതിരായ നടപടികൾ പിൻവലിച്ചതായി മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞിട്ടില്ല എന്നും അതിരൂപത അറിയിക്കുന്നു. അതേസമയം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ വിമത വിഭാഗവും രംഗത്തു വന്നു. വൈദികർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ ഇനി ചർച്ചയുമായി സഹകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിരൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്ന് അൽമായ മുന്നേറ്റം പറയുന്നു. കൂടുതൽ വിവരങ്ങൾ ഡാനിപ്പോൾ നൽകും. ഡാനി, സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അതിനുള്ള തുടക്കമായി എന്ന് കരുതുന്ന ഇടത്താണ് ഇപ്പോൾ അതിരൂപതയും വിമതരുടെ പ്രസ്താവനകൾ തള്ളി രംഗത്ത് വരുന്നത്. എന്താണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്? അതിനോട് വിമത വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ്? രേണുക, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഏറെ പ്രതീക്ഷയോടെയാണ് ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തത്. ഈ ചർച്ചകളോട് ഇനി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും എത്തിയിരിക്കുന്നു എന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായ മുന്നേറ്റത്തിന്റെ വാർത്താക്കുറിപ്പ് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഒടുന്നനെയുള്ള ഒരു പ്രകോപനമായിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തു വന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗികമായ ഒരു കുറിപ്പാണ്. അതിൽ പ്രധാനമായും തന്നെ പറയുന്നത് തങ്ങൾ യാതൊരു ഉറപ്പും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നൽകിയിട്ടില്ല. അങ്ങനെ വരുത്തുന്ന രീതിയിലുള്ള വൈദികരുടെ ഭാഗത്തു നിന്നടക്കമുണ്ട പ്രസ്താവനകൾ അത് അംഗീകരിച്ച് നൽകാനായിട്ട് കഴിയില്ല. ഒരു ഉറപ്പും അങ്ങനെ ആർക്കും നൽകിയിട്ടില്ല. അതുമാത്രവുമല്ല, ഇവർക്കെല്ലാമുള്ള വിശദീകരണ നോട്ടീസിന് ഈ വൈദികർ മറുപടി നൽകിയിട്ടില്ല. ഒപ്പം തന്നെയും ഇവർക്കെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന കൂദാശ വിലക്കുണ്ട്, അതായത് കുർബാന ചൊല്ലാൻ എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കുണ്ട്, അതെല്ലാം നിലനിൽക്കുകയാണ് എന്ന സൂചനകളെല്ലാം തന്നെ അതിലുണ്ട്. അപ്പോൾ അത് പൊടുന്നനെയുള്ളൊരു പ്രകോപനത്തിന് കാരണമായിരിക്കുന്നു. നിലവിൽ ഇവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നടപടികൾ അങ്ങനെ തന്നെ തുടരുന്നു എന്നത് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അതിരൂപതാ നേതൃത്വം അതിന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യം എന്താണ്? പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിൽ ഈ സമവായ നീക്കങ്ങൾ, അതായത് വിമത വിഭാഗം മുന്നോട്ട് വെച്ച മിക്ക ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന നിലയിലാണ് അവരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ യാതൊരു ധാരണയിലും എത്താതെ അത്തരമൊരു അവകാശവാദം അവർ ഉന്നയിക്കുകയായിരുന്നോ? ഇതിൽ പാംപ്ലാനിയുടേതുൾപ്പെടെയുള്ള നിലപാടുകൾ ഇനി നിർണായകമാകുമോ? ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഈ ചർച്ചകൾ നടത്തുക എന്നതിൽ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇത്തരം കാര്യങ്ങൾ അറിയിക്കുക എന്നൊരു ചുമതലയാണ് ഉള്ളത്. തീരുമാനങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉറപ്പുകൾ നൽകി എന്ന് പറയുമ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ആ ഉറപ്പിന് ആരാണ് അംഗീകാരം നൽകേണ്ടത് എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. ആ സാങ്കത്യത്തിൽ തന്നെയാണ് വൈദികർ ഈ ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതിനെല്ലാം ഉറപ്പും നൽകി കഴിഞ്ഞു എന്ന രീതിയിലാണ് അവർ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. എന്നാൽ അത്തരം ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ മെത്രാപ്പൊലിത്തൻ വികാരി മേജർ ആർച്ച് ബിഷപ്പുമായി ചർച്ചകൾക്ക് മുൻകൈ എടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനുകൂടി ശേഷം മാത്രമേ ആ രീതിയിലുള്ള ഒരു ഉറപ്പിന് ഒരു പ്രാധാന്യം ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് അതിരൂപതാ നേതൃത്വം ഈ രീതിയിലുള്ള ഒരു ചോദ്യങ്ങളുമായിട്ട് തന്നെയും ഒരു വാർത്താക്കുറിപ്പിലേക്ക് വരികയും വൈദികർ നടത്തിയ ആ ഒരു പ്രസ്താവനയിൽ ഒരു ഉറപ്പും ആരും നൽകിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ സങ്കീർണമായിരിക്കുകയാണ്. ഇനി ജോസഫ് പാംപ്ലാനി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന വിമത വിഭാഗത്തിൽ പറയുന്നത് പോലെ അവർ നൽകിയ ആ ഉടമ്പടി ഒപ്പുവെച്ചതാണെന്ന് പറയുന്നു. അതിൽ ഉറപ്പ് പാലിക്കണമെന്നും പറയുന്നു. ഈ ഉറപ്പ് പാലിക്കാത്ത പക്ഷം ഇനി ചർച്ചകളിലേക്കില്ല എന്ന നിലപാടാണ്. വീണ്ടും പഴയ പോലെ വലിയ പ്രതിഷേധങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും എറണാകുളം അങ്കമാലി അതിരൂപത പോവുകയാണ്. ശരി, എന്തായാലും പ്രശ്നപരിഹാരമാകുന്നില്ല. മാത്രവുമല്ല ചർച്ചയുടെ സാധ്യതകൾ കൂടി അടയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി CN മോഹനൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 371 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും നടക്കും. 27-ന് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. CPM സമ്മേളനത്തിന് സംഭാവന നൽകാത്തതിന് പമ്പുടമയോട് പ്രതികാര നടപടി. ഇന്ധന സംഭരണശാലയിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ അനുവദിച്ചില്ലെന്ന് പ്രവാസിയായ പെട്രോൾ പമ്പുടമ. ന്യൂസ് 18 വാർത്ത നൽകിയതോടെ CPIM നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. ചേട്ടൻ ഇപ്പൊ ഡ്രൈവറിന്റെ ഞാൻ ഒരു 1000 രൂപ കൊടുത്തേക്കാം. 1000 രൂപയാണ് ഒരു വണ്ടി പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാൻ. അതിന്റെ അതൊരു അവർക്ക് അനാഥപ്പുഴയ്ക്ക് മേടിച്ചു കൊടുക്കാറുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒന്നും ഉണ്ടാകുമ്പോഴല്ല. പാർട്ടിക്ക് ഞാൻ ചേട്ടന് ചിന്തിക്കാവുന്ന കൂടുതൽ ഡൊണേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടാ. തിരുവനന്തപുരം കഠിനംകുളം പെട്രോൾ പമ്പ് ഉടമ അശ്വിന്റെ ലോറി ഇന്നലെ വൈകിട്ട് ഇന്ധനം നിറയ്ക്കാൻ എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലെ സംഭരണശാലയിലേക്ക് എത്തിയതാണ്. പാർട്ടി സമ്മേളനത്തിന് 10,000 രൂപ സംഭാവന നൽകാതെ ലോറി അകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് CITU നേതാവ് ബാബു ഭീഷണിപ്പെടുത്തി. താനും CPM പ്രവർത്തകനാണെന്നും പാർട്ടി അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും അശ്വിൻ അറിയിച്ചതോടെ 5,000 രൂപ പാർട്ടിക്ക് സംഭാവന നൽകണമെന്നായി ആവശ്യം. ഇത് നിരസിച്ചതോടെ ലോറി തടഞ്ഞു. പിന്നീട് A. റഹീം MP ഇടപെട്ടാണ് ലോറി വിട്ടു നൽകിയത്. ഇന്ന് രാവിലെ 7 മണിക്കെത്തിയ അശ്വിന്റെ തന്നെ മറ്റൊരു ലോറി വീണ്ടും ബാബു തടഞ്ഞു. പണം നൽകാതെ ലോറി വിട്ടു നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തി. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തേണ്ട ലോറിയാണ് മണിക്കൂറുകളോളം പിടിച്ചിട്ടത്. ഈ ബാബു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് എന്റെ വണ്ടി മാറ്റിയിടിക്കാൻ അവിടെ പറ്റുമോന്ന് എനിക്കറിയാം. അയാൾ പറഞ്ഞതിന്റെ പേരിൽ എന്റെ വണ്ടി ഇപ്പോഴും മാറ്റിയിടിക്കുക. അവിടെ ഇന്നും മറ്റൊരു പമ്പിന് ലോഡുള്ളതാണ്. അവർക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് അവരുടെ പമ്പിൽ ഉച്ചയ്ക്ക് ഡ്രൈ ആവും. അപ്പൊ ഈ ബാബു എന്ന് പറഞ്ഞ ആള് ഒന്നിക്ക് എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. ആ പമ്പ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും ബാബുവിന്. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് CPM നേതാക്കൾ ഇടപെട്ടു. ലോറി ഇന്ധനം നിറയ്ക്കാൻ വിട്ടു നൽകണമെന്ന് നിർദ്ദേശം നൽകി. മാധ്യമങ്ങൾ എത്തിയതറിഞ്ഞ CITU നേതാവ് ബാബു ഓഫീസിൽ നിന്നും മുങ്ങി. 1 മണിയോടെയാണ് ഇന്ധനം നിറച്ച ലോറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. വീണ്ടും വിവാദ പരാമർശവുമായി മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ച നിതേഷ് റാണ ഖാൻമാർക്ക് പരിക്കേൽക്കുമ്പോൾ എല്ലാവരും ചർച്ചയാക്കുമെന്നും ഹിന്ദു കലാകാരന്മാരെ ആരും കാണില്ലെന്നും പറഞ്ഞു. സെയ്ഫ് അലി ഖാന് യഥാർത്ഥത്തിൽ കുത്തേറ്റതാണോ അതോ അഭിനയിക്കുന്നതാണോ എന്നായിരുന്നു നിതേഷ് റാണയുടെ സംശയം. സെയ്ഫിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതികരണങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും ഖാൻമാർക്ക് പരിക്കേൽക്കുമ്പോൾ എല്ലാവരും ചർച്ചയാക്കും, പക്ഷേ ഹിന്ദു കലാകാരന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരെയും കാണില്ലെന്നും റാണെ പറഞ്ഞു. पण कुठल्या हिंदू कलाकारावर कुठल्या त्या सुशांत सिंग राजपूतवर काय झालं तो तुझ्या मुंबऱ्याच्या जितो नाही आला बिळाच्या बाहेर. ही तुमच्या बारामतीची ताई नाही आली तेव्हा बाहेर. तिला बरोबर सैफ अली खानचीच चिंता आहे, शाहरुख खानच्या मुलाचीच चिंता आहे, नवाब मलिकचीच चिंता आहे. कधी कुठल्या हिंदू कलाकाराची चिंता करताना ऐकले? या गोष्टीवर तुम्ही लक्ष घाला. വീട്ടിൽ വെച്ച് കുത്തേറ്റതിന് പിന്നാലെ സെയ്ഫ് അലി ഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് താരത്തെ ഡിസ്ചാർജ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നെത്തുന്ന സെയ്ഫിന്റെ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെയായിരുന്നു റാണയുടെ വിവാദ പരാമർശം. ഷാരൂഖ് ഖാന്റെ മകൻ സെയ്ഫ് അലി ഖാൻ എന്നിവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ ആരെങ്കിലും ഹിന്ദു കലാകാരന്മാരെക്കുറിച്ച് വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് റാണെ ചോദിക്കുന്നു. അലന്തിയിലെ ഹിന്ദു മഹോത്സവ റാലിയിലായിരുന്നു വിവാദ പരാമർശം. കവലകളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ബംഗ്ലാദേശികൾ ഇപ്പോൾ വീടുകളിൽ കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞ റാണെ സെയ്ഫിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നും ഇതുപോലെയുള്ള മാലിന്യങ്ങളെ എടുത്തു മാറ്റേണ്ടതാണെന്നും പറഞ്ഞു. കേരളം മിനി പാകിസ്ഥാനാണെന്ന വിവാദ പരാമർശവും നേരത്തെ റാണെ നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും ജയിക്കാൻ കാരണം കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടെന്നായിരുന്നു പരാമർശം. ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അയോധ്യയിലെ വികസന വഴിയിൽ പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ
വാഹനങ്ങൾ. പൊതുഗതാഗതം പൂർണ്ണമായും ഇലക്ട്രിക് സർവീസിലേക്ക് മാറിക്കഴിഞ്ഞു. 10 രൂപയ്ക്ക് അയോധ്യ നഗരത്തിൽ എവിടെയും സഞ്ചരിക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ ബൈക്കുകൾ ഒഴിച്ചുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് രാംപത്തിൽ പ്രവേശനമില്ല. നഗരത്തിന്റെ പുറത്തുനിന്ന് വരുന്നവർക്ക് പൂർണ്ണമായും ആശ്രയം ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് ഓട്ടോകളും പിന്നെ ഇലക്ട്രിക് ബസ്സുകളും. ക്ഷേത്ര നഗരിയിലുള്ള 6 കിലോമീറ്റർ ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതി. ई रिक्शा भी है ना, कोई अलग गाड़ी नहीं भेजता? नहीं आता है सर, आता है जब टाइमिंग होता है खुला रहता है, भीड़ भाड़ कम रहता है तो आता है। लेकिन टाइमिंग कब है अलग गाड़ी के? टाइमिंग का कोई क्लियर नहीं रहता, जब भी भीड़ बढ़ जाता है जब भी बंद कर देते हैं। बंद करता है। कितना ये रश है इधर? इसका कोई अंदाज नहीं है सर। बहुत है? हाँ बहुत। तो ये अयोध्या मंदिर खुलने के बाद बहुत हो गया। हाँ, मंदिर प्राण प्रतिष्ठा होने के बाद में बहुत सारे हो गए, बहुत सारे हो गए। रिक्शा बहुत कम चलता है, जैसे कोई आता है रिक्शा बंद कर देते हैं, वही वो वाला रिक्शा चलाते हैं। अलग गाड़ी नहीं, वही चलती है। जब कोई नहीं आते हैं तो ये रिक्शा चलता है। 100ഓളം ഇലക്ട്രിക് ഓട്ടോകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നു. ഒരാൾക്ക് 10 രൂപയാണ് നിരക്ക്. കൂടാതെ ഇലക്ട്രിക് ബസ്സുകളും നിരത്തിലുണ്ട്. മാറും നഗരത്തിന്റെ വികസനത്തിന്റെ മുഖമായി മാറുകയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ റിക്ഷകളാണ് ഇവിടുത്തെ യാത്രയ്ക്കുള്ള പ്രധാന ആശ്രയം. കാരണം ഇതിനപ്പുറത്ത് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിൽ മറ്റു വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഈ റിക്ഷകളിലാണ് ഇപ്പോൾ നമ്മൾ വന്ന സമയത്തേക്കാളൊക്കെ കൂടുതൽ, ഒരു വർഷത്തേക്കാൾ കൂടുതൽ വന്നപ്പോഴേക്ക് 5000-6000 ഈ റിക്ഷകളുടെ ഒരു വലിയ ഓട്ടം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ റിക്ഷകളിലൂടെ സഞ്ചരിച്ചാണ് രാമക്ഷേത്രത്തിലേക്ക് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്തിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. പ്രാൺ പ്രതിഷ്ഠയുടെ 1ാം വാർഷികമായിരുന്നു ഇന്ന്. അയോധ്യയിലേക്ക് തീർത്ഥാടക പ്രവാഹമായിരുന്നു. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ തീർത്ഥാടക പ്രവാഹത്തിന്റെ കാഴ്ചയിലേക്ക്. വലിയ കനത്ത സുരക്ഷയിലാണ് അയോധ്യ എന്നുള്ളതാണ്. ഈ പകല് വലിയ തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കയറ്റിവിടില്ല. അത് വളരെ പ്രധാനമായ കാര്യമാണ്. സാധാരണ വാഹനങ്ങൾ കടത്തിവിടില്ല, അല്ലെങ്കിൽ പ്രത്യേക പാസുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുക. ഈ ഓട്ടോറിക്ഷകളും ഈ റിക്ഷകളും ഒപ്പം ചെറിയ ചെറിയ വലിയ ഈ വാഹനങ്ങളൊക്കെ ഉണ്ട്, ബാറ്ററിയുടെ വാഹനങ്ങൾ മാത്രമാണ്, അത് പാസുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളത് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ഭക്തജന പ്രവാഹമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും കുംഭമേളയുടെ സാഹചര്യം കൂടി ഉള്ളപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. സുരക്ഷാ ബൂത്ത് कैसा चल रहा है पूरा? कैसा चल रहा है पूरा? अरे सुरक्षा का बहुत कड़े इंतजाम है, उसमें कोई वो नहीं है। बहुत आदमी आ रहे हैं, बहुत आदमी आ रहे हैं। हाँ, आदमी बहुत आ रहे हैं, बहुत आ रहे हैं, बहुत आ रहे हैं। आप लोगों को ड्यूटी में बहुत पहले के और बहुत सुरक्षा कड़ी सुरक्षा धीरे धीरे कड़ी होती जा रही है। अब तक अंदर भी है पुलिस आदमी है? हाँ, अंदर. അതാണ് അവർക്ക് സംസാരിക്കാൻ അവർക്ക് ഈ പറഞ്ഞ പ്രയാസമുണ്ടെങ്കിൽ പോലും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിലൊക്കെ കാണാം, സംസ്ഥാനത്തിന്റെ कहाँ से आए हैं भैया? हम महाराष्ट्र जालना से आए हो। पहले बार आए थे? हाँ, मैं दूसरी बार। कैसा लग रहा? बहुत बढ़िया, बहुत। आया? मैं 8 महीने हो गया ना अपने को। 8 महीने हो गए। कोई व्यत्यास, कोई डिफरेंट है? हाँ, सुधारना तो भरपूर है, साफ सफाई अच्छे से, डेवलपमेंट है भरपूर, बहुत बढ़िया, एकदम नियोजन बहुत बढ़िया है यहाँ। कैसा लग रहा है? डेवलपमेंट बहुत बढ़िया, मैनेजमेंट भी 1 नंबर का है। पहले से अभी गर्दी का भी कोई ये नहीं है, 1 नंबर दर्शन, आधे घंटे के अंदर दर्शन हो जाते। कितना आदमी है तो भी दर्शन मिलेगा? तो भी दर्शन मिलेगा। അതാണ് ഇവിടെ ഈ ദർശനത്തിനൊക്കെ പ്രത്യേക സൗകര്യങ്ങളും പ്രത്യേക സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് ആളുകൾ ഇപ്പോൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. വലിയ ക്യൂ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 3-4 റോകളായി തിരിച്ചാണ് ഈ ആളുകളെയൊക്കെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മാജി കൈസ കഹാ സെ ആ രേ? മാജി കഹാ സെ ആ രേ? कहाँ से? सागर से। कैसा लग रहा है इधर? इधर बहुत अच्छा लग रहा है, बहुत अच्छी व्यवस्था है। आज आ गया? कल आए थे? कल आया? दर्शन हो गया?
एक बार हो गया दर्शन करके आ रहे हैं अभी। अच्छा अच्छा, कैसा लग रहा है? बहुत अच्छा, बहुत अच्छी अयोध्या नगरी सुंदर है, बहुत अच्छा लगा यहाँ आके दर्शन करके। അതാണ് സന്തോഷമാണ് എല്ലാവരുടെയും മനസ്സിലും പറ്റി. कैसा दर्शन हो गया? नहीं जाने जा रहे? हाँ अभी जा रहे। कहाँ से आ रहे हैं? कुशीनगर से। पहले बार आया? नहीं दूसरी बार। पहले कैसा था? पहले मतलब अभी स्थापना नहीं हुआ था ना, उस टाइम आए थे। अच्छा ഓക്കെ इधर है जाओ इधर सीधा है. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണും. നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുകയും ദർശനത്തിനായി വരികയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ട്. कैसा लग रहा है? अच्छा लग रहा है, बहुत अच्छा लग रहा है। पहले बार आया? हाँ फर्स्ट बार आई हूँ, लेकिन बहुत अच्छा लग रहा है। कहाँ से? गुवाहाटी से। यस बहुत अच्छा लग रहा है ये सब देख के, कितनी जनता है, ये भीड़ भरी, बहुत ही अच्छा लग रहा है ये सब देख के। जी बहुत खुश लग रहा है देख के, पहली बार आया हूँ, हम भी गुवाहाटी से, दिल खुश हो गया, दिल में जो मन में। एक मिनट, मैं कुर्बल व्यास 81 वर्ष, भाई ब्याह से लगे मेरे को, और अब की बार दर्शन का मौका मिला, गेजरी को देख के मैं बड़ा खुश हुआ, हनुमान जी महाराज को देख के, जितने भी देवी देवता थे इस देवताओं को देखा, इसलिए भगवान को मैं बार बार नमन करता हूँ और मीडिया की मैं आशीर्वाद देता हूँ कि आप फलो और खूब देते रहो खबरें। जय भारत गौ. അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളത് കാണുകയും ചെയ്യാം വളരെ വ്യക്തമായിട്ട്. कहाँ से आया है? कहाँ से? सिलीगुड़ी से। सिलीगुड़ी. वो किधर किस स्टेट में? वेस्ट बंगाल। वेस्ट बंगाल से आया है. अच्छा पहले बार आया? फर्स्ट टाइम। कैसा लग रहा है? बहुत अच्छा लग रहा है। हमारे राम हमें मिल गए। അതാണ് എല്ലാവർക്കും നമ്മൾ ഈ ഒരു വർഷത്തെ പ്രതിഷ്ഠാ വാർഷികത്തിനും ഒരുപാട് ആഘോഷ പരിപാടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ തയ്യാറാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെയുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കിപ്പോഴും ദൃശ്യങ്ങൾ കാണാം. എത്ര ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത് രാംലല്ലയെ കാണാനും അനുഗ്രഹം വാങ്ങാനും മറ്റുമായി. പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് കൂടുതൽ നികുതികളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി. യുദ്ധം അവസാനിപ്പിക്കാനും നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാനുമുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നതായി ആൻഡ്രി സിഹിബ പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തോട് പ്രതികരിച്ച് റഷ്യ പരസ്പര ബഹുമാനത്തോടെയുള്ള സംഭാഷണത്തിന് തയ്യാറാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയിൽ റഷ്യയ്ക്ക് പുതുമയൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ മോസ്കോയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം കഠിനംകുളത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോട്ടയം ചിങ്ങവനത്ത് നിന്നും പിടികൂടി. കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസനെ ചിങ്ങവനം SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. കുറിച്ചിറയിലെ വീട്ടിൽ ഹോം നഴ്സായി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. വിഷം കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ജോൺസൺ ഒളിവിൽ കഴിയുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ചിങ്ങവനം പോലീസിന്റെ പരിശോധന. ഹോം നഴ്സായി ജോലിയിൽ പ്രവേശിച്ച ഇവിടെ എത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് കുറിച്ചി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് റോഡിലൂടെ നടന്നുവരികയായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷം കഴിച്ചിട്ടുള്ളതായി പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് പോലീസ് സംഘം ഇയാളെ കോട്ടയം ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രതി കുറ്റസമ്മതം നടത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. കഠിനംകുളം സ്വദേശി 30-കാരിയായ ആതിരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ജോൺസൺ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷമായിരുന്നു കൊലപാതകം. 1 വർഷത്തോളം ബന്ധം നീണ്ടു. ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലായി യാത്ര ചെയ്തു.
സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ പകർത്തി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്തിരുന്നു. പൂജാരിയായ ഭർത്താവിനെയും 2ാം ക്ലാസ്സുകാരൻ മകനെയും ഒഴിവാക്കി ഒപ്പം ചെല്ലണമെന്ന് പ്രതി ആവശ്യപ്പെട്ടത് നിരസിച്ചതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടുണ്ട്. 60 അംഗ സംഘമാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. MS അനീഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ദൌത്യം ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് തന്നെ ആനയെ പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? രേണുക, ദൗത്യം ഏതാണ്ട് ഒരു പാതിഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ആദ്യം തന്നെ ഈ കിണറിനോട് ചേർന്ന് ഒരു കുഴി പോലെ ഒരു ചെരിവ് തീർക്കുന്ന പണിയാണ് ചെയ്തത്. ഏതാണ്ട് ഒരു ട്രെഞ്ച് പോലെയാണ് ആ ഭാഗം എടുത്തത്. അതിനുശേഷം ആന ആ ഭാഗത്തേക്ക് കയറാൻ ആദ്യം 2 കാലുകളും ഉയർത്തി ശ്രമം നടത്തി. പക്ഷേ അത്രയും ഉയരത്തിലേക്ക് കടക്കാൻ ആനയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ആനയോളം പൊക്കം വരുന്ന ഒരു കുഴിയാണ്. അതിന്റെ ഏതാണ്ട് മധ്യഭാഗത്തോളമാണ് ആദ്യഘട്ടത്തിൽ കുഴിയെടുത്തത്. ആനയ്ക്ക് അവിടെ പിടിച്ചു കയറാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും കുഴി തീർക്കുകയും ഒപ്പം ഈ കുഴിയിൽ ആന തങ്ങിയിരിക്കുന്ന കിണറ്റിനുള്ളിൽ മണ്ണ് നിക്ഷേപിച്ചൊരു ഭാഗത്ത് മണ്ണ് നിക്ഷേപിച്ച് ആ കുഴിയുടെ ഉയരം കുറയ്ക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. എന്നാൽ അതും വിജയം കാണാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആന പരമാവധി തന്റെ ഭാഗത്തു നിന്നും ഈ മുകളിലേക്ക് പിടിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായും അനീഷ്, ആനയ്ക്ക് പരിക്കേറ്റതായി സംശയമുണ്ടായിരുന്നു. മാത്രവുമല്ല മണിക്കൂറുകളായി ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. എന്നിട്ടും ഇപ്പോഴും ആരോഗ്യവാനാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെയാണോ അവിടെ ഉള്ളവരുടെയും നിഗമനം? വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരുടെ നിഗമനം അത് തന്നെയാണോ? ആന പൂർണ്ണ ആരോഗ്യവാനാണോ എന്നതിനെ കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തമായി പറയാൻ കഴിയില്ല. കാരണം ഇന്ന് പുലർച്ചെ 1 മണി മുതൽ ഈ കുഴിക്കുള്ളിൽ നിൽക്കുകയാണ്. രാവിലെ മുതൽ പലവട്ടം മുകളിലേക്ക് കയറാനുള്ള തുമ്പിക്കയും കൊമ്പുമൊക്കെ ഉപയോഗിച്ച് ഉള്ള ശ്രമങ്ങൾ പലവട്ടം നടത്തി. പക്ഷേ തന്റെ ദൃശ്യപരിധിക്ക് അപ്പുറം അല്ലെങ്കിൽ തന്റെ തുമ്പിക്കയിൽ എത്തിപ്പിടിക്കാൻ പരിധിക്ക് അപ്പുറത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിന് കയറാൻ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. ഒപ്പം ഈ വീഴ്ച 7 ആനകളോടൊപ്പമുള്ള ഒരു കൂട്ടമായാണ് വന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം നാട്ടുകാർ വനംവകുപ്പിനെ വിളിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും ആനക്കൂട്ടം ചിതറി ഓടുന്നു. ഇതിനിടയിലാണ് ആന ഈ കിണറ്റിൽ വീണതെന്നാണ് സംശയം. അതുകൊണ്ട് വീഴ്ചയിൽ തന്നെ ഒരു ആഘാതം ആനയ്ക്ക് ഏറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആനയുടെ ശരീരത്തിന്റെ പലയിടത്തും മുറിവുകൾ ദൃശ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യവാനാണോ ആന എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അത് കുതിച്ച് കയറി ഇപ്പോൾ പുറത്തേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ആന സ്വന്തം നിലയ്ക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു കുതിപ്പ് നടത്തുന്നതാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 2 കാലുകൾ മുമ്പേക്ക് ഉയർത്തി കുഴിച്ച സ്ഥലത്തിന്റെ അവിടേക്ക് നടന്നു വരുന്നു. ഒപ്പം JCB ഇപ്പോൾ ഒരു പിന്തുണയ്ക്ക് JCBയുടെ കൈ ആനയ്ക്കൊരു പിന്തുണയ്ക്ക് നൽകുന്ന 2 തുമ്പിക്കൈകൾ, ഒരു യന്ത്രക്കൈയും മറ്റൊന്ന് ആനയുടെ തുമ്പിക്കൈയും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 2 തുമ്പിക്കൈകൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച. യന്ത്ര സംവിധാനത്തോടുകൂടി ഒരു ജീവനെ പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ച. ആ കൈ സഹായം ആന സ്വീകരിക്കുന്നു. മറുവശത്തേക്ക് പക്ഷേ ചെരിയുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഒരു വശത്ത് ആന ഒരു കുഴിയുടെ ആ ട്രെഞ്ച് പോലെ നിർമ്മിച്ച ഭാഗത്തിന്റെ വശത്തേക്ക് തിരിയുമ്പോൾ മറുവശത്ത് ഈ യന്ത്രക്കൈ ആനയെ സഹായിക്കാനായി നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആ യന്ത്രക്കൈയുടെ സഹായം ആദ്യം ആന ഉപയോഗിച്ചു. നേരത്തെയും പലവട്ടം ആനയ്ക്ക് സ്വയം കയറാൻ കഴിയില്ല എന്ന് കണ്ട ഘട്ടത്തിൽ ഈ യന്ത്രക്കൈയുടെ പിന്തുണ തേടാൻ ആന ശ്രമിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇത്തവണ ആനയ്ക്ക് പിടിച്ചു കയറാൻ എന്നവണ്ണം തന്നെ ആ യന്ത്രക്കൈ ഇപ്പോൾ അവിടെ ഇടുന്നു. അതിന്റെ തൊട്ട് സമീപത്ത് തന്നെ ആന നിൽക്കുന്നു. ആന കാര്യങ്ങൾ വീണ്ടും നിരീക്ഷിക്കുന്നു. ഏതാണ്ട് പാതി കൊമ്പിന് പുറത്തേക്ക് ഈ കുഴിക്ക് പുറത്തേക്ക് ആന എത്തിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ആനയ്ക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്ന് നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്നു. ആന വീണ്ടും ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം, കാരണം വലിയ ഭാരിച്ച ഒരു ജോലിയാണ് ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു വലിയ കുഴിയായിരുന്നു. ആ കുഴിയിൽ നിന്നും ഏത് വിധേനയും പുറത്തു കടക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ആനയ്ക്കുണ്ടായിരുന്നത്. ഇവിടെ ഈ രാത്രിയിൽ പണിയെടുക്കുന്ന ഇത്രയും അധികം ആളുകളുടെ ലക്ഷ്യവും അതുതന്നെയാണ്. എങ്ങനെയും ഏത് വിധേനയും ആനയെ പുറത്തേക്ക് എത്തിക്കുക, അതിന്റെ സ്വച്ഛമായ വിഹാരത്തിലേക്ക് അതിനെ പറഞ്ഞയക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു ചെറിയ പരിശ്രമത്തിന് ശേഷം ആന വീണ്ടും പഴയ സ്ഥലത്തേക്ക്. ശരി അനീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതിന്റെ തന്നെ വാർത്തയിലേക്കും കൂടുതൽ ദൃശ്യങ്ങളിലേക്കും നമുക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
മലപ്പുറം മുറുങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. 60 അംഗ സംഘമാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. MS അനീഷ് കുമാർ അവിടെ നിന്നും വീണ്ടും ചേരുകയാണ്. അനീഷ്, ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഈ ദൌത്യം എത്തുന്നു എന്ന പ്രതീക്ഷയാണ് അനീഷ് നൽകിയത്. ഇപ്പോൾ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായും അവസാന ഘട്ടത്തിലേക്ക് എന്ന് കരുതാം. കാരണം JCBയുടെ കൈകൾ ആനയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു, യന്ത്രക്കൈകൾ എത്തിയിരിക്കുന്നു. ആ യന്ത്രക്കൈയിൽ അമർത്തി പിടിക്കുന്ന ആനയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ഈ ഓല കൈകളും പനമ്പട്ടയും മറ്റുമൊക്കെ ആനയ്ക്കായി ഇട്ടുകൊടുത്തിരുന്നു. പക്ഷേ ആന ആ ഭാഗത്തേക്കൊന്നും ഭക്ഷണ സാമഗ്രികൾ എത്തിയപ്പോൾ, ഇലകളൊന്നും എത്തിയപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. കാരണം ഏത് വിധേനയും ആ കിടങ്ങിൽ നിന്നും ആ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ആനയ്ക്കുള്ളത്. അതിനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ തനിക്ക് നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത ആ കുഴിയിൽ അകപ്പെട്ട, കിണറ്റിലകപ്പെട്ട ആന ഒരു പകൽ മുഴുവൻ ആ കുഴിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനുശേഷമാണ് വെയിൽ മങ്ങി രാത്രിയായപ്പോൾ ഈ ദൗത്യം ആരംഭിച്ചത്. ആനയ്ക്ക് സുഗമമായി കടന്നു പോകാൻ പര്യാപ്തമായ ഒരു കിടങ്ങാണ് ഈ കിണറിന് സമീപം കുഴിച്ചിരിക്കുന്നത്. ആ കിടങ്ങിന്റെ ഭാഗത്തേക്ക് 2 വട്ടം ആന കയറി വന്നു. ഏതാണ്ട് ഭാഗികമായി ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം പുറത്തേക്ക് വന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിന് പിൻകാലുകൾ ഉയർത്തി മുന്നിലോട്ട് നീങ്ങാനുള്ള ഒരു ആക്കം, അതിനുള്ള ശക്തി ആനയ്ക്കില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇത്ര നേരം ഈ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആനയ്ക്ക് ഗുരുതരമായ പരിക്ക്, കാലുകൾക്ക് മറ്റുമൊക്കെ പരിക്കേറ്റിരുന്നു എന്ന സംശയം നമുക്ക് തോന്നുന്നു. നേരത്തെ ഈ വലിയ കുഴിയിലേക്ക് വീഴുമ്പോൾ വീഴ്ചയുടെ ആഘാതത്തിൽ ഒരുപക്ഷെ കാലിന് പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ആൾമറയില്ലാത്ത കിണറായിരുന്നു. ആ കിണറിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ ഭാഗമായിരുന്നു. അകത്തും കുറച്ച് ഭാഗം അകത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ വലിയ ആഘാതമാണ് ആനയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കാലുകൾക്കോ പിൻകാലുകൾക്കോ മറ്റോ പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന ഒരു സംശയം നമുക്കുണ്ട്. ആന വീണ്ടും പിടിച്ചു കയറാൻ ശ്രമിക്കുന്നു. ആന ചെരിഞ്ഞ് അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അത് ഈ കിടങ്ങിൽ നിന്നും മറികടക്കാനുള്ള, ഈ കുടുക്കിയിൽ നിന്നും മറികടക്കാനുള്ള രീതിയാണ് അങ്ങേയറ്റം വൈകാരികമായി നമുക്ക് തോന്നുന്ന. ശരി, എന്തായാലും അവിടെ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന കുഴിയിൽ നിന്ന് പുറത്തെത്താനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമവും നടത്തുന്നു എന്നാണ് MS അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൗത്യം അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് നവവത്സര ബെമ്പർ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡിൽ. വിതരണത്തിന് നൽകിയ 40 ലക്ഷം ടിക്കറ്റുകളിൽ ഇതിനകം 33,78,990 ടിക്കറ്റുകൾ വിറ്റുപോയി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇത്തവണ അധികമായി വിറ്റത്. ടിക്കറ്റ് വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത് പാലക്കാടും 2-ാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയുമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,505 രൂപ, പവന് 60,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,205 രൂപ, പവന് 49,640 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോൾ കാണാം. നമസ്കാരം.